ഇതല്ലെങ്കിൽ എന്റെ അടുത്തേക്ക് തിരിഞ്ഞു നോക്കാനില്ല. എന്നിട്ട് ചോട്ടിലെത്തും ഇയാളെ ഞാൻ വിടുന്നില്ല. വിടണോ കാല ഭയങ്കര തണുപ്പ് കൈ കാണൂല. ഓ ഇന്നൊരു ജാക്കി കഥ അപ്പൊ ഞങ്ങളൊരു സുഖം. അപ്പം നിങ്ങളിപ്പോൾ കണ്ടതാണ് ഒരു ബെഡ്റൂം രഹസ്യം. ബെഡ്റൂമിൽ നടക്കുന്ന കുറച്ച് കലാപരിപാടികളാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ അരങ്ങേറിയത്. അപ്പോൾ നേരത്തെയൊക്കെ നമ്മൾ ഇത്രയും നാൾ കണ്ടുകൊണ്ടിരുന്നത് എന്താ, കുറച്ച് ചേച്ചിമാർ സബ്സ്ക്രിപ്ഷൻ എടുത്ത് അതിനകത്ത് ശരീര പ്രദർശനം നടത്തുക എന്നുള്ളതാണ്. അതായിരുന്നു ഇത്രയും നാൾ ട്രെൻഡിങ്. അപ്പോൾ ട്രെൻഡിങ് മാറിയിട്ടുണ്ട്. ഇപ്പോൾ കിടപ്പറ, അതായത് ദമ്പതികൾ ഇറങ്ങിയിരിക്കുകയാണ്. കിടപ്പറയിലെ രംഗങ്ങൾ ഇങ്ങനെ പൊലിപ്പിച്ച് കാണിച്ച് ഡബിൾ മീനിങ് ആയിട്ട് അങ്ങോട്ട് സംസാരിച്ച് പല ചേഷ്ടകളും കോഷ്ടികളും ഒക്കെ കാണിച്ച് സമൂഹത്തിലേക്ക് ഇട്ടുകൊടുക്കുകയാണ്. ഇവരുടെ സ്വകാര്യത പബ്ലിക്കിലേക്ക് ഇട്ടുകൊടുത്തിട്ട് റീച്ച് വാങ്ങിക്കുകയാണ് ഇന്നത്തെ ദമ്പതികൾ. അപ്പോൾ നമ്മുടെ കാലം അത്രയ്ക്കും പുരോഗമിച്ചു എന്നുള്ളതാണ്. സത്യം പറഞ്ഞാൽ നിങ്ങൾ ആലോചിച്ച് നോക്കും, പണ്ടൊക്കെയെന്ന് പറഞ്ഞാൽ ഇന്നും അങ്ങനെ ജീവിക്കുന്ന ആൾക്കാരുണ്ട് കേട്ടോ. ബെഡ്റൂമിൽ മാത്രം ഒതുങ്ങേണ്ട കാര്യങ്ങൾ ഇപ്പോൾ അങ്ങ് ഓപ്പൺ ആക്കിയിരിക്കുകയാണ്. നമ്മൾ മുമ്പും ചെയ്തിട്ടുണ്ട് കല്യാണ നാളുകൾ, അതുപോലെ തന്നെ ഇപ്പം ഗർഭിണി ആയതിൻ്റെ വിശേഷങ്ങൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുന്നത്, നിറവയറോടുകൂടി നിന്നുള്ള ഫോട്ടോഷൂട്ട്, അങ്ങനെ പല കാര്യങ്ങളും ഇപ്പോൾ പബ്ലിക്കാക്കിയിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ ബെഡ്റൂം രഹസ്യം വരെ പബ്ലിക്കാക്കിയിരിക്കുകയാണ്. ഇപ്പോൾ ബെഡ്റൂമിൽ എന്താണ് നടക്കുന്നത് എന്ന് പോലും ഇപ്പോൾ അവർ കാണിച്ച് ഷൂട്ട് ചെയ്തൊരു ക്യാമറയൊക്കെ വെച്ചിട്ട് ഷൂട്ട് ചെയ്തിട്ട് അത് സോഷ്യൽ മീഡിയയിലേക്ക് അപ്ലോഡ് ചെയ്തിരിക്കുകയാണ്. എന്തുകൊണ്ടാണ്? റീച്ച് കിട്ടണം, അതിൽ നിന്ന് കിട്ടുന്ന ഏണിങ്സ് വേണം. അപ്പോൾ അത്രയ്ക്ക് മാറി ചിന്തിച്ചു നമ്മുടെ തലമുറ എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ തന്നെ ഇങ്ങനെ അന്തിച്ച് നിൽക്കുകയാണ്, എന്തൊക്കെയാണ് ഇന്ന് ആൾക്കാർ കാണിച്ചു കൂട്ടുന്നത്, എന്തൊക്കെയാണ് ഒരു ഭാര്യയും ഒരു ഭർത്താവും തമ്മിലുള്ള സ്വകാര്യ നിമിഷങ്ങൾ, അവർക്കിടയിൽ മാത്രം നിൽക്കേണ്ട കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഇട്ടുകൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇവരുടെ അച്ഛനമ്മമാർ ബന്ധുക്കളും ഒക്കെ ഈ ഒരു വീഡിയോ കാണും. ഇവർ കാണുമ്പം കുറച്ചെങ്കിലും നാണം തോന്നുന്നില്ല? അവർക്കെങ്കിലും തോന്നില്ലേ എന്താണ് തൻ്റെ മക്കൾ ഇങ്ങനെ കാണിക്കുന്നത്, ഞങ്ങളുടെ മക്കൾ ഇങ്ങനെ കാണിക്കുന്നത്, ഇവരെന്തൊക്കെയാണ് ഈ കാണിക്കുന്നത് എന്ന് പോലും ചിന്തിക്കത്തില്ലേ? പക്ഷെ പറയാൻ പറ്റില്ല കേട്ടോ. കാരണം ഇന്നത്തെ പേരൻസും അത്രയധികം മാറി ചിന്തിച്ചു തുടങ്ങി. കാരണം പേരൻസ് കൂടി മക്കൾക്ക് സപ്പോർട്ടാണ് ഇന്ന് പല കാര്യങ്ങൾക്കും. അത്രയധികം പുരോഗമനം നമ്മുടെ നാടിന് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ സത്യം ഇത് മാത്രമല്ല കേട്ടോ, ഒരുപാട് ഫാമിലീസ് ഉണ്ട് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യും. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന ദമ്പതികൾ ഇന്നലെ കല്യാണം കഴിച്ച് ഇങ്ങോട്ട് വന്ന ദമ്പതികളൊന്നും അല്ല കേട്ടോ. കുറച്ച് നാൾ കല്യാണമൊക്കെ കഴിച്ച് വർഷങ്ങളായി, മക്കളൊക്കെ ആയി, അതായത് 10ഉം 15ഉം വയസ്സുള്ള മക്കളുള്ള ദമ്പതികൾ പോലും ഈ വക കോപ്രായങ്ങൾ, ബെഡ്റൂമിൽ ഈ വക കാര്യങ്ങൾ എടുത്ത് സോഷ്യൽ മീഡിയയിലോട്ട് അപ്ലോഡ് ചെയ്യുകയാണ്. റീച്ച് കിട്ടും, ക്യാഷ് കിട്ടും. പിന്നെ എന്ത് കാണിച്ചാൽ എന്താ? പിന്നെ ഭാര്യയും ഭർത്താവുമാണല്ലോ, അന്യ പെണ്ണിനോടൊപ്പമല്ല, അന്യ പുരുഷനോടൊപ്പമല്ല, ഭാര്യയും ഭർത്താവുമല്ലേ, ഇതിലെന്താണ് തെറ്റ് എന്ന് ചോദിക്കുന്നവരും നമ്മുടെ നാട്ടിലുണ്ട്. ഞാൻ ചിന്തിച്ചിട്ടുണ്ട് ഇവരൊക്കെ ഇവരുടെ മക്കളുടെ മുഖത്ത് എങ്ങനെ നോക്കും. കാരണം ഈ വീഡിയോസൊക്കെ മക്കളും കാണുമല്ലോ, മക്കളുടെ കൂടെ പഠിക്കുന്നവർ കാണും, ഫ്രണ്ട്സ് കാണും, അങ്ങനെ പലരും കാണും, നമ്മുടെ ബന്ധുക്കൾ കാണും, അങ്ങനെ എല്ലാവരും കാണും, അയൽക്കാർ കാണും. അപ്പോൾ ഇവർക്കൊന്നും യാതൊരുവിധ ലജ്ജയോ അല്ലെന്നുണ്ടെങ്കിൽ ഇത് തെറ്റാണെന്നോ തോന്നുന്നില്ല. ഇവർ ചെയ്യുന്നത് പൂർണ്ണമായിട്ടും ശരിയാണ് എന്നാണ് ഇവർ ചിന്തിക്കുന്നത്. പണ്ടുള്ള കാലങ്ങളിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ സത്യം പറഞ്ഞാൽ ഈ ഭാര്യ ഭർത്തൃ ബന്ധം, അതിൻ്റെ ആ ഒരു ദൃഢത, ഇതൊക്കെ നമ്മുടെ ബെഡ്റൂമിലാണ്. അത്രയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മുടെ ബെഡ്റൂം, അത്രയും സ്വകാര്യമായ കാര്യം, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഓർത്തിരിക്കേണ്ട നിമിഷങ്ങൾ, നമ്മുടേത് മാത്രമായ ചില നിമിഷങ്ങൾ, ഇതൊക്കെയാണ് ഇന്ന് പബ്ലിക്കിലേക്ക് കണ്ട് ആസ്വദിക്കാനായിട്ട് ദമ്പതിമാർ ഇട്ട് കൊടുക്കുന്നത്. അതിൽ മക്കൾ കണ്ടാലോ അല്ലെങ്കിൽ റിലേറ്റീവ്സ് കണ്ടാലോ അയൽക്കാർ കണ്ടാലോ യാതൊരുവിധ പ്രോബ്ലംസും ഇല്ല. ഞങ്ങൾ അത്രയധികം പുരോഗമിച്ചു എന്നാണ് പറയുന്നത്, ഈ കൂട്ടർ പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഈ ഒരുപാട് ആൾക്കാർ, ഒരുപാട് പേര് മുന്നോട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഈ സബ്സ്ക്രിപ്ഷൻ എത്രത്തോളം മാരകമായി നമ്മുടെ സോഷ്യൽ മീഡിയയെ ബാധിച്ചിട്ടുണ്ടോ അത്രത്തോളം ഈ ദമ്പതിമാരുടെ ഈ വക കോപ്രായങ്ങളും നമ്മുടെ ഈ സോഷ്യൽ മീഡിയയിൽ ബാധിച്ചിട്ടുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ എടുത്ത് മറ്റ് പ്ലാറ്റ്ഫോമുകളിൽ ഇട്ട് കൊടുക്കുന്ന ദമ്പതികളുമുണ്ട് കാശിന് വേണ്ടിയിട്ട്. പക്ഷെ അറിയില്ല എന്ത് മെസ്സേജാണ് പുതുതലമുറയ്ക്ക് കൊടുക്കുന്നത്. ഇങ്ങനെയുള്ള വീഡിയോസ് ലീക്കാക്കിക്കൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഇട്ട് കൊടുത്തത് കൊണ്ട് സോഷ്യൽ മീഡിയയിൽ ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് എന്ത് മെസ്സേജാണ് ഇവരിൽ നിന്ന് കിട്ടുന്നത്, ഇവർ കൊടുക്കുന്നത് എന്ന് ഒന്നും മനസ്സിലാകുന്നില്ല. കാരണം കാലം അത്രയധികം പുരോഗമിച്ചു, അത്രയധികം മാറിക്കഴിഞ്ഞു. നമ്മൾ ഈ വിഷയങ്ങൾ, ഇതിനോട് റിലേറ്റഡ് ആയിട്ട് നിൽക്കുന്ന പല വിഷയങ്ങളും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കാഴ്ചകൾ കണ്ടപ്പോഴും പലരും നമ്മളോട് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്, ഇവരുടെ വീഡിയോ ചെയ്യണം, അവരുടെ വീഡിയോ ചെയ്യണം, ചേച്ചി സോഷ്യൽ മീഡിയ തുറക്കാൻ വയ്യ, കാണാൻ വയ്യ. അത്രയധികം ചിലരൊന്നും കാണിച്ചില്ലെങ്കിൽ ബാഡായിട്ടുള്ള മെസ്സേജുകളാണ് കൊടുക്കുന്നത്, മിസ്ലീഡിങ് ആയിട്ടുള്ള വർത്തമാനങ്ങളാണ് കാഴ്ചവെക്കുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ വെച്ചിട്ടാണെങ്കിലും റീച്ച് ഉണ്ടാക്കുന്ന ഒരുപാട് പേരുണ്ട്.
അപ്പോൾ ഇവരെയൊക്കെ കണ്ട് എന്താണ് പുതിയ ദമ്പതികൾ അല്ലെങ്കിൽ ദമ്പതികളാകാൻ പോകുന്ന ആൾക്കാർ പഠിക്കേണ്ടത്, എന്ത് മെസ്സേജാണ് ഇവർ കൊടുക്കുന്നത്, ഒന്നും മനസ്സിലാകുന്നില്ല. കുറച്ച് നാളോടൊക്കെ കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ പറഞ്ഞിട്ടുണ്ട് ബെഡ്റൂം രഹസ്യം വരെ ഇടുമെന്ന്, ഇട്ട് കഴിഞ്ഞു, ഇനി ഇടാനൊന്നുമില്ല. പ്രസവം പബ്ലിക്കായിട്ട് കാണിച്ചു കൊടുത്തു, 9ാം മാസത്തിലുള്ള ഒരു പൂർണ്ണ ഗർഭിണിയുടെ വയറെങ്ങനെയാണെന്ന് കാണിച്ചു കൊടുത്തു, അതുപോലെ തന്നെ ബെഡ്റൂമിൽ എന്താണ് നടക്കുന്നത് എന്ന് കാണിച്ചു കൊടുത്തു. അങ്ങനെ പല കാര്യങ്ങളും ഇപ്പോൾ പബ്ലിക്കാക്കിയിരിക്കുകയാണ്. അപ്പോൾ ഇനി ഒന്നുമില്ല, ഒരു മറയുമില്ല, ഒരു ഒളിയുമില്ല. ഇതൊക്കെ തന്നെയാണ് സോഷ്യൽ മീഡിയ, കുഞ്ഞു കുട്ടി മുതൽ കണ്ടുവരുന്ന കാര്യങ്ങൾ ഇതൊക്കെ തന്നെയാണ്. യാതൊരു ഒളിവും മറവും ഇല്ലാതെ അങ്ങ് വഴിതെറ്റി സഞ്ചരിച്ചിരിക്കുകയാണ് നമ്മുടെ ആൾക്കാർ. ഈ റീച്ചിലും ഈ അതിൽ നിന്ന് കിട്ടുന്ന റവന്യൂയിലും കണ്ട് കണ്ണ് മഞ്ഞളിച്ച് കൂടുതൽ വാരിയെടുക്കാനുള്ള നെട്ടോട്ടമാണ് പല ദമ്പതിമാരും. പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഭർത്താക്കന്മാർക്കാണെങ്കിലും ഓവറായിട്ട് മറ്റുള്ളവരെ സ്നേഹിക്കുന്നതോ അല്ലെങ്കിൽ ഭാര്യമാർക്ക് അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിരുന്നു. പക്ഷേ ഇന്ന് അങ്ങനെയൊന്നും അല്ല കേട്ടോ. ഇന്നെല്ലാം ഓപ്പണാണ്. ആരോട് വേണേലും മിണ്ടാം, ആരോട് വേണേലും ഇപ്പോൾ ഭർത്താവുണ്ടെങ്കിലും ഒരു കാമുകൻ എക്സ്ട്രാ ഉണ്ടാകും, അല്ലെങ്കിൽ ഒരു ബെസ്റ്റി എക്സ്ട്രാ ഉണ്ടാകും. അത്രയധികം പുരോഗമിച്ചു ഇന്ന് നമ്മുടെ ദമ്പതികളും. നമ്മുടെ കാലം അത്രയധികം പുരോഗമിച്ചു ഗൈസ്. ഈ വിദേശ രാജ്യങ്ങളിലെ ആൾക്കാർ ചിന്തിക്കുന്ന പോലെയൊക്കെ ആയി നമ്മുടെ ഈ കൊച്ചു കേരളത്തിലെ ആൾക്കാരും. അത്രയധികം വിശാല മനസ്കരായിട്ടുണ്ട് കേട്ടോ. അത്രയധികം മാറ്റം നമ്മുടെ നാട്ടിൽ വന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഈ ഒരു വിഷയത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. കൂട്ടത്തിൽ ഹൈപ്പ് ചെയ്യാനും കൂടെ മറക്കരുത്. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടാറ്റാ.